റിപ്പൺ 12-ലാണ്. വയനാട് ജില്ലയിലെ റിപ്പൺ 12-ലെ പോഡാർ പ്ലാന്റേഷനിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ചപ്പ് നുള്ളിയെടുക്കുന്ന ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ തോട്ടം തൊഴിലാളി അതിനോടൊപ്പം ഉണ്ട്. ഇവിടുത്തെ പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇലക്ഷനൊക്കെയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാധ്യത? എന്താ പറയാ, നമുക്കിപ്പോ ആര് നിന്നാലും നമുക്ക് നമ്മളെ കാര്യങ്ങൾ നേടണം അല്ലേ. ഞങ്ങൾക്ക് ഇതിൽ എടുത്തെങ്കിലേ ഞങ്ങൾക്കുള്ളൂ, നമുക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊപ്പം നിൽക്കണം, ഞങ്ങളെ കാര്യം അതാ. ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ കാണാൻ വരാറൊക്കെ ഉണ്ടായിരുന്നോ? ഇതുവരെ വന്നിട്ടില്ല. വോട്ടിന് വരും, വോട്ട് കിട്ടിയാ പിന്നെ പോവും, പിന്നെ തിരിഞ്ഞു നോക്കൂല. പിന്നെ 500 റുപ്യ ആക്കി തരാറിന് പോയിട്ട് ഇതുവരെ ആക്കി തന്നിട്ടില്ല. പിന്നെ കുറച്ചെന്തോ കൂട്ടി തന്ന് അതില് അങ്ങനെ നിക്കുന്നുണ്ട്. ഈ പുനരധിവാസ പാക്കേജ് വേണമെന്നുള്ള ആവശ്യം നേരത്തെ മുതൽ ഉന്നയിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ എന്തൊക്കെയാ? ഇങ്ങനെ പിന്നെ കൂലി കുറച്ച് കൂട്ടിത്തരും. 500 ആക്കി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആക്കിയിട്ടില്ലല്ലോ. നമുക്ക് 500 വേണം കിട്ടണം എന്ന് പറഞ്ഞാൽ തരും എന്ന് പറഞ്ഞാൽ നമുക്ക് തരണ്ടേ, ഇതുവരെ തന്നിട്ടില്ലല്ലോ. ഞങ്ങളോട് പ്രഖ്യാപിച്ചത് ഇതുവരെ ഇപ്പൊ ഞങ്ങൾക്ക് 474 റുപ്യ കൂലി ആയിട്ടുള്ളൂ. ഇതുവരെ പറഞ്ഞ സംഖ്യകൾ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ എന്താണുള്ളത് ഒരു തീർത്ത് തരണം. ആര് നമുക്ക് വോട്ടിന് നിന്നോ ആര് ജയിക്കുകയാണെങ്കിലും ഓരോ കാര്യങ്ങള് നമ്മളെ കാര്യം പോലെ ഓലെടുക്കണം. ആ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി തരും വേണം. അപ്പം ഈ താമസിക്കാനൊക്കെ ഉള്ള എങ്ങനെ? ഉമ്മയുടെ പേരെന്താ? എന്റെ പേര് ആയിഷ. താമസിക്കാൻ ഞങ്ങള് ഇങ്ങനെ റൂമുകളുണ്ട്. അതൊക്കെ ആകെ അതിന്റെ എല്ലാ കാര്യങ്ങളും അത് ഭയങ്കര ഇതിലാണ്. അത് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോ വീട്ടിലാണുള്ളത്. ഇവിടെ കടച്ചിക്കുന്ന് അറിയാം, അവിടെയാണ് എന്റെ വീട്. അവിടുന്ന് ഇങ്ങോട്ട് ജോലിക്ക് വരണം. ജോലി കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകും. പിന്നെ ഉള്ളതൊക്കെ ഈ പാടികളിലാണ് നിൽക്കുന്നത്. പാടിയില് പിന്നെ ഇനിയിപ്പോ നമുക്ക് ഫ്ലാറ്റൊക്കെ തരാറിട്ട് ഇതുവരെ ഒരു ഫ്ലാറ്റും കിട്ടിയിട്ടില്ല. പറഞ്ഞ വാക്കുകളും പാലിച്ചിട്ടില്ല. ഓല് നമ്മളടുത്ത് വന്ന് അതിനുള്ള പരിഹാരം ഒരു വരെ കണ്ടിട്ടുമില്ല. ഇതൊക്കെ നേരത്തെ തരാമെന്ന് പറഞ്ഞാണല്ലേ, പക്ഷെ ഒന്നും നടപ്പിൽ വന്നില്ല. വാക്കല്ലാതെ വേറൊന്നുമില്ല. ഒരു കാര്യം ഇന്ന് വരെ ശരിയാക്കിയിട്ടില്ല. ഫ്ലാറ്റ് തരാ, തൊഴിലാളികൾക്ക് അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാ, പിന്നെ എല്ലാ കാര്യങ്ങളും അവര് ഞങ്ങൾ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അപ്പം ഇവിടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥി എന്നൊക്കെ അറിയാലോ? അറിയാം. ആരൊക്കെ ഉണ്ട്? രാഹുൽ ഗാന്ധി, ആനി രാജ, പിന്നെ സുരേന്ദ്രൻ. ഇതിലൊരു ആർക്കായിരിക്കും ഒരു മേൽക്കുണ്ടാവുന്നേ? മേൽക്കുണ്ടാകളി നമ്മളെ രാഹുൽ ഗാന്ധിക്ക് തന്നെ. അപ്പം രാഹുൽ ഗാന്ധി ഇവിടെ എപ്പോഴും വരാൻ പറ്റത്തൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അതന്നെ നമ്മളാരും കാണൂല്ല. അഥവാ കാണാൻ പോയാല് കാണാൻ പറ്റൂല്ല. പക്ഷെ എങ്കിലും നമ്മള് ഒപ്പം ആർക്കൊപ്പമാണ്? ഞമ്മള് രാഹുൽ ഗാന്ധിന്റെ ഒപ്പം തന്നെ. നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഹൃദയം ഓലൊപ്പുണ്ട്. ഓല് സഹകരിച്ച് ഓരോട് ഉള്ള എല്ലാ ആത്മാർത്ഥ നല്ല ഓടുകൂടെ ജയിക്കട്ടെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ വരാൻ ഒരു ഇടവേള അനിവാര്യമാണ്. അതിനുശേഷം വേഗം തിരിച്ചെത്താം. ഇവിടുത്തെ മറ്റു വിഷയങ്ങളുണ്ട്, മറ്റ് പ്രതികരണങ്ങളുണ്ട്, അതൊക്കെ തേടുകയും ചെയ്യാം, മറ്റു വാർത്തകളും കാണുകയും ചെയ്യാം. മോർണിംഗ് വൈബ്സിന്റെ ഒരു ഇടവേളയാണ്.